വിജിൻ, തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി വൈകി വിമാനങ്ങൾ റദ്ദാക്കുന്നത് കണ്ടു. യാത്രക്കാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു, മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയതിനെ തുടർന്ന്. ഇന്ന് എന്താണ് സാഹചര്യം? ഫ്ലൈറ്റുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ? മനു, വലിയ ബുദ്ധിമുട്ടിലായിരുന്നു ഇന്നലെ രാത്രിയോളം പുലരുന്നതുവരെ യാത്രക്കാർ എന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് കണ്ടതാണ്. അത്തരത്തിൽ ഈ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ വരുന്നു. ഈ ക്യാബിൻ ക്രൂവിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട്, മിന്നൽ പണിമുടക്കുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ പുലർച്ചെ മുതൽ തുടങ്ങിയ വലിയ തരത്തിലുള്ള പ്രതിഷേധവും ആളുകളുടെ ബുദ്ധിമുട്ടുമൊക്കെ കണ്ടത്. ഇന്നിപ്പോൾ 8:30 പുറപ്പെടേണ്ട മസ്കറ്റ് ഫ്ലൈറ്റാണ് റദ്ദാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ട മസ്കറ്റ് ഫ്ലൈറ്റ് റദ്ദാക്കിയിരിക്കുന്നു. എന്തായാലും നേരത്തെ ഏകദേശം 5 മണിയോടെയൊക്കെ 8:30യുടെ ഫ്ലൈറ്റിന് പോകാനുള്ള ആളുകൾ ഈ ബോർഡിങ്ങിന് എത്തണം. അവർ തിരിച്ചുപോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ മറ്റ് യാത്രക്കാർ ഒക്കെ കൂടി നിൽപ്പുണ്ട്. അത്തരത്തിലൊരു പ്രതിഷേധമോ മറ്റും ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ എയർ ഇന്ത്യ ഇത്തരത്തിൽ സർവീസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടും ദുരിതവുമാണ് ഇന്നലെ മുതൽ യാത്രക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ആ പ്രശ്നം പരിഹരിക്കാൻ എയർ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 60ഓളം ക്യാബിൻ ക്രൂ ഉദ്യോഗസ്ഥർ ഒറ്റയടിക്ക് മെഡിക്കൽ ലീവ് എടുത്ത് ഒരു മിന്നൽ പണിമുടക്കിലേക്ക് പോവുകയായിരുന്നു. തിരുവനന്തപുരത്തൊക്കെ ഇന്നലെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു, മറ്റ് എയർപോർട്ടുകളിലേതുപോലെ തന്നെ. എന്തായാലും ഈ എയർ ഇന്ത്യ എക്സ്പ്രസ്സുകൾ റദ്ദാക്കുന്നു എന്നറിഞ്ഞതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ വിളിച്ച് ആളുകൾ ഇക്കാര്യം അന്വേഷിക്കുകയും അതിനുശേഷം യാത്ര റദ്ദാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യ യാത്രക്കാരായിരുന്നു പലരും ഉണ്ടായിരുന്നത്. ആശുപത്രി ചികിത്സയുമായി ബന്ധപ്പെട്ട യാത്രക്കാർ, ഒപ്പം തന്നെ ഈ വിസ കാലാവധി തീരുന്ന ആളുകൾ, ഒപ്പം ജോലിക്കായി എത്തേണ്ട ആളുകൾ, ആ സമയത്ത് തന്നെ എത്തേണ്ട ആളുകളൊക്കെ പെട്ടെന്ന് എത്തുവാൻ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അവധി കഴിഞ്ഞൊക്കെ എത്തിയ ആളുകളായിരുന്നു. പക്ഷേ അവർക്ക് ഒന്നും ഇന്നലെ പോകാൻ കഴിയുകയോ പിന്നീട് ഏത് ദിവസം യാത്ര ചെയ്യാൻ കഴിയുകയോ എന്നൊരു ഉറപ്പ് പോലും എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നിലവിൽ കേന്ദ്ര സർക്കാർ തന്നെ, കേന്ദ്ര വ്യോമയാന മന്ത്രാലയം തന്നെ എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കണം എന്ന് എയർ ഇന്ത്യക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇതുവരെ ആ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായിട്ടില്ല. എയർ ഇന്ത്യ ഈ പൊതുമേഖലാ രംഗത്തു നിന്നും സ്വകാര്യ ഫ്ലൈറ്റ് റദ്ദാക്കിയിട്ടുണ്ടല്ലോ. ഇത് ക്യാൻസൽ ചെയ്ത കാര്യം നേരത്തെ യാത്രക്കാരെ അറിയിച്ചിരുന്നോ, അതോ ഇപ്പോൾ ഇന്നലത്തെ പോലെ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണോ വിമാനം ഇന്ന് സർവീസ് ഇല്ല എന്നവർ അറിയുന്നത്? എന്താണ് സംഭവിച്ചത് അതിൽ? മനു, ഇന്നലെ മുതൽ ഈ എയർ ഇന്ത്യ വിമാനങ്ങൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്തതായി, റദ്ദാക്കപ്പെട്ടതായൊക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്നവരൊക്കെ നേരത്തെ തന്നെ ഈ എയർ ഇന്ത്യ അധികൃതരും ഒപ്പം തന്നെ എയർപോർട്ടിലുമൊക്കെ വിളിച്ച് അന്വേഷിച്ചിരുന്നു ഇത്തരത്തിൽ ക്യാൻസലേഷൻ ഉണ്ടോ എന്ന കാര്യം. അതിനുശേഷം ആണ് യാത്രക്കാർ കുറഞ്ഞത് എന്നാണ്. ഇപ്പോൾ ഇവിടെ വലിയ പ്രതിഷേധമോ ആളുകളെയൊന്നും ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനുള്ള ആളുകളെയൊന്നും കാണാതിരിക്കുന്നതിൻ്റെ കാരണവും അതുകൊണ്ട് തന്നെയാണ്. ഇവർക്ക് ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ വാഹനത്തിൽ ടാക്സിയൊക്കെ പിടിച്ചാണ് ആളുകൾ വിമാനത്തിൽ യാത്ര ചെയ്യാനായി ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ വാർത്ത വന്നതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആളുകൾ നേരത്തെ തന്നെ ഈ അന്വേഷിച്ച് അതുമായി ബന്ധപ്പെട്ട് ക്യാൻസലേഷൻ ഒക്കെ അറിഞ്ഞതിന് ശേഷം ആണ് ഇവിടെ എത്താതിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എയർ ഇന്ത്യ ഉദ്യോഗസ്ഥരോടും ഒപ്പം തന്നെ ഈ എയർപോർട്ടിലെ അധികൃതരോടും ഒക്കെ സംസാരിച്ച സമയങ്ങളിലും അവർ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ എയർപോർട്ട് അധികൃതർക്ക് പോലും ഇതിൽ കൃത്യമായൊരു ധാരണയില്ല എന്നുള്ളതാണ്. നമ്മൾ രാവിലെ മുതൽ ഈ ഫ്ലൈറ്റ് റദ്ദാക്കിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ പറയുന്നത് അന്വേഷിക്കട്ടെ, നോക്കട്ടെ, എയർ ഇന്ത്യയിൽ വിളിക്കൂ എന്നൊക്കെ ഉള്ള മറുപടിയാണ് അവരിൽ നിന്ന് ഒക്കെ ലഭിച്ചത്. പിന്നീട് എയർ ഇന്ത്യയിൽ നേരിട്ട് വിളിച്ചപ്പോഴാണ് അവർ പറയുന്നത് മസ്കറ്റ് വിമാനം ക്യാൻസൽ ചെയ്തിരിക്കുന്നു, ഒപ്പം തന്നെ ഈ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ നിന്ന് പുറപ്പെടേണ്ട ബാംഗ്ലൂർ എയർ ഇന്ത്യ വിമാനവും പുറപ്പെടില്ല, അതും റദ്ദാക്കിയിരിക്കുന്നു എന്ന വിവരം നൽകുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഒരു കൃത്യതയും ഇല്ലാതെ നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ യാത്രക്കാരെ അറിയിക്കുകയൊന്നും ചെയ്യാതെ ദൂരദേശങ്ങളിൽ നിന്ന്, ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ടാക്സിയൊക്കെ ആയി എത്തിയ ആളുകൾ, ഒപ്പം തന്നെ അത്യാവശ്യ യാത്രയ്ക്ക് വേണ്ടി എത്തിയ ആളുകളൊക്കെ വളരെ ബുദ്ധിമുട്ടുന്നൊരു അവസ്ഥ തന്നെയാണ്. ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ കണ്ടു. ഇതിന് ഈ യാത്ര റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് ഈ തിരുവനന്തപുരത്ത് തന്നെ നഗരത്തിലോ സമീപ പ്രദേശങ്ങളിലൊക്കെ താമസിക്കാനുള്ള സൗകര്യം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആയിരക്കണക്കിന് രൂപ ചെലവാക്കിയാണ് ടാക്സി ഒക്കെ എടുത്ത് ആളുകൾ യാത്ര ചെയ്യാനായി വിമാനത്താവളത്തിലേക്ക് എത്തിയത്. പക്ഷേ അവർക്ക് ആ പണവും തിരികെ നൽകാൻ എയർ ഇന്ത്യ തയ്യാറായിട്ടില്ല. ടിക്കറ്റ് ചാർജ് തിരികെ നൽകുമോ എന്ന കാര്യത്തിൽ നിലവിൽ ഇതുവരെ ഒരു വ്യക്തതയും ഉണ്ടായിട്ടില്ല. അങ്ങനെ വലിയ ദുരിതത്തിലായിരുന്നു ഇന്നലെ മുതൽ യാത്രക്കാർ. എയർ ഇന്ത്യ ടിക്കറ്റ് എടുത്ത ആളുകളൊക്കെ ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ നിന്നുള്ള പല വിമാനത്താവളങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വിമാനങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്നു എന്നുള്ളത് വലിയ തരത്തിലുള്ള ഇവരുടെ ഒരു ഗുരുതരമായ വീഴ്ച എന്ന് പറയുന്നത് ഈ തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. പെട്ടെന്ന് ഈ തൊഴിലാളി ക്യാബിൻ ക്രൂ, സീനിയർ ക്യാബിൻ ക്രൂ
ഇത്തരത്തിൽ ഒരു പണിമുടക്കിലേക്ക് മിന്നൽ പണിമുടക്കിലേക്ക് കടന്നത്. പക്ഷേ അത് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ 90ഓളം വിമാനങ്ങൾ ഒറ്റയടിക്ക് ഇന്നലെ തന്നെ റദ്ദ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പോലും കേന്ദ്ര സർക്കാർ ഇതിൽ അടിയന്തര ഇടപെടൽ നടത്തി ഈ ടാറ്റയെ കൊണ്ട് ഇതിൽ പ്രശ്നപരിഹാരത്തിനുള്ള ഒരു നടപടി സ്വീകരിക്കാനും തയ്യാറായിട്ടില്ല എന്നുള്ളതും ഗുരുതരമായ വീഴ്ച തന്നെയാണ്. വലിയ തരത്തിലുള്ള ദുരിതം യാത്രക്കാർ അനുഭവിക്കുന്നു, വലിയ പ്രതിഷേധം ഒക്കെ ഉണ്ടാകുന്നു. പക്ഷേ ആ പ്രതിഷേധിച്ചിട്ടും ഒരു കാര്യവും ഇല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു യാത്രക്കാർ ഉണ്ടായിരുന്നത് എന്നുള്ളതും എടുത്തു കാണേണ്ട കാര്യമാണ്. വിജയനാണ് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൻ്റെ അന്താരാഷ്ട്ര ടെർമിനലിൽ നിന്ന് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. നമ്മൾ അവിടുത്തെ സൂചനാ ബോർഡിൽ കണ്ടു വിമാനം, അതായത് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ IX 549 നമ്പറിലുള്ള മസ്കറ്റിലേക്ക് രാവിലെ 8:30 പുറപ്പെടേണ്ട വിമാനം റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് അവിടെ കാണിക്കുന്നത്. ഒപ്പം തന്നെ ഡൊമസ്റ്റിക് ടെർമിനലിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ വിമാനവും റദ്ദാക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വിമാനങ്ങൾ ഇന്നും തുടർച്ചയായി റദ്ദാക്കുന്ന സാഹചര്യം തന്നെയാണ്.